അപ്പോൾ തങ്കപ്പനോട് ഞാൻ വണ്ടിയിൽ വെച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട, ആരൊക്കെയാണ് വീട്ടിലുള്ളത്, നിൻ്റെ സ്വന്തം വീട് എവിടെയാണ്, എന്താണ് കോയമ്പത്തൂരിൽ താമസിക്കാൻ കാരണം, കോയമ്പത്തൂർ എവിടെയാണ് താമസിക്കുന്നത്, വീട്ടിലാരൊക്കെ ഉണ്ട്. അപ്പോൾ തങ്കപ്പൻ പറഞ്ഞു, സാർ വീട്ടിൽ മകനുണ്ട്, പിന്നെ 2 പെൺകുട്ടികളാണ്, മൂത്ത കുട്ടിയുണ്ട്, അപ്പോൾ അവളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് സാർ. അപ്പോൾ പോത്തന്നൂർ എവിടെയാണ്, അപ്പോൾ പോത്തന്നൂർ വാടകയ്ക്കാണ് സാർ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ജോലി, അല്ല സാർ എനിക്കെന്തെങ്കിലും ചെറിയ തട്ടാൻ്റെ പണിയൊക്കെ ആയിരുന്നു, പക്ഷേ കൈ ഇങ്ങനെ വീണ് എല്ല് പൊട്ടിയോണ്ട് ഇപ്പോൾ ജോലിക്കൊന്നും പോകാൻ വയ്യ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ പാലക്കാട് വന്നതാണ് സാർ. അപ്പോൾ ചോദിച്ചു പാലക്കാട് ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാണ്ട് ഇവിടെ വന്നിട്ട് എന്താ കാര്യം, അല്ല സാർ ഇവിടെ പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ, ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പിച്ചെടുത്ത് എന്തെങ്കിലും കിട്ടുന്ന കാശ് മേടിക്കാമെന്ന് കരുതി പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് പോയാൽ. അപ്പോൾ ചോദിച്ചു തമിഴ്നാടും പോയാൽ നിനക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ കൈ ഒടിഞ്ഞതാണ്, ജോലി എടുത്ത് ജീവിക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ ആൾക്കാർ പൈസ തരുമല്ലോ. അപ്പോൾ ഇവൻ പറഞ്ഞില്ല സാർ, തമിഴ്നാടുകാർ തരുന്ന പൈസ വളരെ 1 രൂപ കിട്ടിയാൽ ഇവിടെ ചിലപ്പോൾ 10 രൂപ തരും സാർ, അവർ 10 ആളോട് വെച്ച് 10 രൂപ വെച്ച് കിട്ടിയാൽ 100 രൂപ സാർ, അപ്പോൾ അതുകൊണ്ട് എങ്ങനെയൊക്കെ തട്ടിമുട്ടി ജീവിക്കണം സാർ എന്ന് പറഞ്ഞു. പക്ഷേ തങ്കപ്പൻ്റെ സംസാരം വളരെ സ്ഫുടമായിട്ടുള്ള സംസാരം, അങ്ങനെ ഒരു പേടിയൊന്നും കാണുന്നില്ല പോലീസിന്. തങ്കപ്പൻ്റെ ഭാര്യയാണെങ്കിൽ വളരെ ഒതുങ്ങിക്കൂടിയൊരു ഭാഗത്താനെ പോലെ ഇരിക്കുന്നുണ്ട്. ഇത് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഓടലിടാൻ നിൽക്കടാന്നൊക്കെ പറഞ്ഞ് ബഹളം കേൾക്കുന്നു. അപ്പോൾ ഞാൻ നേരെ ജീപ്പ് അങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു, ഡ്രൈവർ ജീപ്പ് അങ്ങോട്ട് എടുത്തു. അവിടെ ചെന്ന് നോക്കുമ്പോൾ അസീസും യൂനിസൊക്കെ കൂടി ഒരുത്തൻ്റെ പുറകെ ഈ ചന്ദ്രനാഥ ഭാഗത്തേക്ക് ഓടുന്നുണ്ട്. അപ്പോൾ അവൻ്റെ പുറകെ ജീപ്പ് ഓടിച്ചെങ്കിലും അവനൊരു മതിലാടി അപ്പുറത്തേക്ക് പോയി, പക്ഷേ നമ്മൾക്ക് പിന്നെ അന്ന് കിട്ടിയില്ല. അപ്പോൾ യൂനിസിനോടും അസീസിനോടൊക്കെ ചോദിച്ചെന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇവർ നിന്നിരുന്ന ഈ തങ്കപ്പനും തങ്കപ്പൻ്റെ ഭാര്യയും ഇരുന്നിരുന്ന ബസ് സ്റ്റോപ്പിലേക്ക് വന്നിരുന്ന ഒരാളാണ് ഇവരെ കണ്ടിട്ട് ഓടിയത്, ഈ അസീസിനെയും യൂനിസിനെയും കണ്ടിട്ട് ഓടിയത്. അപ്പോൾ അവരുടെ പുറകെ ഓടിയിട്ടും കിട്ടിയില്ല. അപ്പോൾ തങ്കപ്പനോട് നമ്മൾ ചോദിച്ചു, തങ്കപ്പ ഈ കൈ ഒടിഞ്ഞതൊന്നും നോക്കില്ല, കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പറ്റൂ. അപ്പോൾ തങ്കപ്പനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ തങ്കപ്പനെയൊക്കെ കൂട്ടി സ്റ്റേഷനിൽ വന്നു. അന്നത്തെ പെട്രോളിംഗ് അവസാനിപ്പിച്ചിട്ട് തങ്കപ്പനെയും ഭാര്യനെയും മാറ്റിയിരുത്തി 2 സ്ഥലത്തിരുത്തി തങ്കപ്പനോട് കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങി. അപ്പോൾ തങ്കപ്പനോട് പറഞ്ഞു, തങ്കപ്പ നിൻ്റെ പ്ലാസ്റ്റർ നമുക്ക് സംശയമുണ്ട്, നമ്മളൊന്ന് മുറിക്കാൻ പോകണം, പ്ലാസ്റ്റർ വിട്ട് മുറിക്കാൻ പോകണം, ഇനി പറയണം, ഇല്ലെങ്കിൽ നാളെ രാവിലെ ആദ്യം പോലീസ് ചെയ്യുന്നത് നിന്നൊന്ന് എക്സ്റേ എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള നടപടിയായിരിക്കും, നിന്നെ ഏതായാലും ഞങ്ങൾ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, നീ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ പറ്റും. തങ്കപ്പൻ യാതൊരു കൂസലുമില്ല. തങ്കപ്പൻ പറഞ്ഞു, സാർ വെട്ടിമുറിക്കണേ വെട്ടിമുറിച്ചു, എക്സ്റേ എടുക്കണേ എക്സ്റേ എടുത്തു, എൻ്റെ കൈൻ്റെ എല്ല് പൊട്ടിയത് ഇപ്പോൾ സാറിനറിയാം, എൻ്റെ വേദന എനിക്കല്ലേ അറിഞ്ഞോളൂ, എൻ്റെ കൈ കണ്ടാൽ അറിയാമല്ലോ എല്ല് പൊട്ടിയിട്ടുണ്ടെന്ന്. ഏതായാലും തങ്കപ്പനെയും ഭാര്യ അന്ന് സ്റ്റേഷനിൽ 2 സ്ഥലത്തായിട്ട് നിർത്തി. തങ്കപ്പനെ വാച്ച് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ 1-2 മണിക്കൂർ കൃത്യമായിട്ട് ചോദിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പിന്നീട് വീണ്ടും ഞങ്ങൾ ഈ പറഞ്ഞ ചന്ദ്രനാഥ കോളേജിൽ കൂടി പെട്രോളിംഗ് നടത്തി ഓടിപ്പോയവൻ ചിലപ്പോൾ എവിടെയെങ്കിലും വീണ്ടും അവിടെ നിന്ന് 1-2 കിലോമീറ്റർ മാറി നടന്ന് എവിടെയെങ്കിലും പോയി വീണ്ടും ബസ് കാത്ത് നിൽക്കാനും രക്ഷപ്പെട്ടു പോകേണ്ട വഴിയുണ്ട്. പക്ഷെ നമ്മൾ നോക്കിയെങ്കിലും കിട്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ സ്റ്റേഷനിൽ വന്നു തങ്കപ്പൻ്റെ പ്ലാസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 8-9 മണിയോടുകൂടി തങ്കപ്പനെയും കൂട്ടി ലബോറട്ടറിക്ക് ഒന്ന് വെച്ചൊരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എക്സ്റേ റിസൾട്ടായിട്ട് നോക്കുമ്പോൾ തങ്കപ്പൻ്റെ കൈക്ക് ഒരു ഫ്രാക്ചറും ഇല്ല, ഒരു മുറിവും ഇല്ല. പിന്നെ തങ്കപ്പനോട് പറഞ്ഞു, തങ്കപ്പ ഈ രീതി ശരിയാവില്ല, ഇതിപ്പോൾ നമ്മൾ കള്ളനും പോലീസുമായിട്ട് ചോദിക്കേണ്ടി വരും. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ തങ്കപ്പൻ പറഞ്ഞു, ഓടിപ്പോയത് അയ്യപ്പൻ എന്ന് പറഞ്ഞൊരാളാണ്. അപ്പോൾ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ പോത്തന്നൂർ, ഈ കോയമ്പത്തൂർ പോത്തന്നൂരുള്ള നല്ലൊരു മോഷ്ടാവാണ്. അപ്പോൾ എങ്ങനെയാണ് അയ്യപ്പനായിട്ട് പരിചയം ചോദിക്കുമ്പോൾ അയ്യപ്പൻ താമസിക്കുന്നത് തങ്കപ്പൻ താമസിക്കുന്ന ആ വാടകയ്ക്ക് താമസിക്കുന്ന വീടിനോട് ചേർന്നിട്ടുള്ള വീട് തന്നെ വാടകയ്ക്ക് എടുത്തിട്ടാണ്. അപ്പോൾ തങ്കപ്പനോട് ഒരു നിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ പോകാമെന്ന് പറഞ്ഞ് തങ്കപ്പനെയും കൂട്ടി ഞങ്ങൾ തങ്കപ്പൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ തങ്കപ്പൻ്റെ വീട്ടിൽ പോയി നോക്കുമ്പോൾ തങ്കപ്പൻ്റെ വീട്ടിൽ മകളുണ്ട്, മകളുടെ ഭർത്താവുണ്ട്, പെരുമാൾ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ നമ്മൾ അയാളെ പിടിച്ച് വണ്ടി കയറ്റി നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം. അപ്പോൾ തങ്കപ്പൻ്റെ വീട്ടിൽ നോക്കുമ്പോൾ നമുക്ക് സംശയിക്കാവുന്ന, കളവ് ചെയ്തെടുത്ത മുതലാണെന്ന് തോന്നാവുന്ന ഒരുപാട് വസ്തുക്കൾ, ഒരുപാട് ഇലക്ട്രോണിക്സ് ഗുഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി നമ്മളൊരു മാസ്റ്റർ എഴുതി, അതൊക്കെ കൂടി നമ്മൾ ബന്ധോബസ്തിലെടുത്തു. പോത്തന്നൂർ പോലീസ് സ്റ്റേഷന് വിവരം അറിയിച്ചു. നമ്മൾ ഈ തങ്കപ്പനെയും കൂട്ടി സ്റ്റേഷനിൽ വന്നിട്ട് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊരു 12-13 കളവ് കേസ്, പാലക്കാട് ജില്ലയിലുണ്ടായ 12-13 കളവ് കേസ് നമുക്ക് തെളിയിക്കാൻ പറ്റി. തങ്കപ്പൻ പാലക്കാട് മുഴുവൻ നടന്നിരുന്നത് തൻ്റെ കൈക്ക് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് ഫ്രാക്ചർ പറ്റിയതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടായിരുന്നു. പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും തങ്കപ്പനെ കണ്ടിട്ടുണ്ട്. പക്ഷെ തങ്കപ്പൻ ഈ കൈ കാണിച്ചിട്ട് പറയും പ്ലാസ്റ്റർ ഇട്ടിട്ട് ജീവിക്കാൻ വയ്യാത്തതുകൊണ്ടാണെന്ന് പറയും, ബസ് കിട്ടിയില്ല എന്ന് പറയും. പിറ്റേ ദിവസം രാവിലെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്, ലോഡ്ജിൽ റൂം എടുക്കാൻ പൈസ ഇല്ലെന്ന് പറയും, ഭാര്യയും കൂടെ ഉണ്ടാവും.
തങ്കപ്പനോട് ചോദിച്ചപ്പോൾ പിന്നീട് മനസ്സിലായി ഓടിപ്പോയ അയ്യപ്പൻ പോത്തന്നൂരിൽ നിന്ന് ലോക്കൽ ട്രെയിനിൽ പൂക്കൾ മേടിക്കും. അവിടുന്ന് പൂക്കൾ മുഴുവൻ ബൾക്കായിട്ട് കൊട്ടയിൽ മേടിച്ചിട്ട് അത് എറണാകുളത്ത് കൊണ്ടേ കച്ചവടം ചെയ്യുന്ന ഒരുത്തനാണ്. എറണാകുളത്ത് കൊണ്ടേ കച്ചവടം ചെയ്തിട്ട് ആ കച്ചവടത്തിനിടയിൽ കൂടി തന്നെ വീടുകൾ കണ്ടെത്തിയിട്ട് ആ വീടുകൾ കേന്ദ്രീകരിച്ച് കളവ് നടത്തുന്ന ഒരുത്തനാണ് അയ്യപ്പനെ അസീസിനെയും യൂനസിനെയും കൂടി നമ്മൾ എറണാകുളത്തേക്ക് അയക്കാനും തങ്കപ്പൻ തന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളത്ത് ഇവൻ പോകുന്ന കട, ഇവൻ സ്ഥിരം ചായ കുടിക്കാൻ പോകുന്ന കടയുണ്ട്, ആ കടയിലേക്ക് അയക്കാനും അവിടെ അന്ന് കാത്തു നിന്ന് പിറ്റേ ദിവസം ഇതായിട്ട് വന്നപ്പോൾ പൂക്കളായിട്ട് വന്നപ്പോൾ ഇവനെ കസ്റ്റഡി എടുത്ത് കൊണ്ടുവരാനും കഴിഞ്ഞു. അവനെപ്പറ്റി ചോദിക്കുമ്പോൾ അവൻ പഴയൊരു മർഡർ കേസിൽ പ്രതിയായിരുന്നു. ആ മർഡർ കേസിൽ പ്രതിയായിട്ട് അന്നവൻ ഒളിയിൽ നടക്കുന്നതാണ്. അവനെ പിന്നീട് നമുക്ക് കോയമ്പത്തൂർ പോലീസിനെ വിളിച്ച് ആ മർഡർ കേസിലെ പ്രതി എന്നുള്ള നിലക്കാൻ നമുക്ക് റിപ്പോർട്ട് കൊടുക്കാനും അവരെ കൊണ്ട് റിമാൻഡ് ചെയ്യിപ്പിക്കാനും കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പെരുമാൾ, ഈ തങ്കപ്പൻ്റെ മകളുടെ ഭർത്താവ് പെരുമാൾ നല്ല മോഷ്ടാവാണ്. തങ്കപ്പൻ്റെ കൂടെ മോഷണം നടത്തുന്ന ആളാണ്. ഒരു നെന്മാറക്കാരൻ അസീസ് ഉണ്ടായിരുന്നു. അസീസ് വീട് കണ്ടുവച്ച് വീടിൻ്റെ പൂട്ട് പൊട്ടിച്ചകത്ത് കടന്ന് മോഷണം നടത്തുന്ന ഒരുത്തനാണ്. ഇവരുടെ കൂടെ ഒരു വെള്ള ശെൽവൻ എന്ന് വിളിക്കുന്ന ശെൽവൻ ഉണ്ടായിരുന്നു. ഈ ശെൽവന് നന്നായിട്ട് മോഷണം നടത്തുന്ന ഒരുത്തനാണ്. പിന്നീട് ഈ അസീസ് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റി. ശെൽവൻ പിന്നീട് ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലൊരു കടയിൽ മോഷണം നടത്തുമ്പോൾ ഈ ഇടയ്ക്കിടയ്ക്കോടെ മോഷണം ഉണ്ടാവും അത്രേ. അപ്പോൾ ഈ കടക്കാരൻ ഈ ഇലക്ട്രിക് ഷോക്ക് ഈ പറയുന്നതിലേക്ക് ചെറുതായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരുന്നു. ഈ ശെൽവൻ ഓട് പൊളിച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ ഷോക്ക് തട്ടി അവിടെ വീണ് മരിച്ചു. അത് പിന്നീട് ചാവക്കാട് സ്റ്റേഷൻ്റെ ഒരു കേസാണ്. അതിന് പിന്നീട് ഒരു കേസ് എടുക്കുകയും ശെൽവൻ്റെ ഡെഡ് ബോഡി ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടത്തി ഡിസ്പോസ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ അന്നത്തെ കളവോടുകൂടി ഈ പറയുന്ന തങ്കപ്പൻ്റെ ടീമിനെ മുഴുവൻ നമുക്കൊന്ന് വരുതിയിലാക്കാൻ പറ്റി. പക്ഷേ ഇതിൻ്റെ ഒരു ദുരന്തം എന്താണെന്ന് പറഞ്ഞാൽ ഈ പനക്കൽ ചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലൊട്ടാകെ അറിയപ്പെടുന്നൊരു കളവീശ്വര പ്രതിയുണ്ട്. അയാൾ ശരിക്കും ഈ കൂരാച്ചുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മുതുകാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാനിവിടെ കൂരാച്ചുണ്ട് എസ് ആയിരിക്കുമ്പോൾ ഇയാളെ നോക്കി പോയെങ്കിൽ വന്ന് ഇയാൾ നാട്ടിലില്ല. വളരെ സ്റ്റൗട്ടായിട്ടുള്ള ഒരാളാണ്. അയാളുടെ കൂടെ ഒന്ന് മറ്റ് കേസിൽ ഇയാളുടെ കൂട്ടുകാരായ ഒരുപാട് നല്ല സ്റ്റൗട്ടായിട്ടുള്ള നല്ല ധൈര്യമുള്ള പ്രതികളുണ്ടായിരുന്നു. ഈ പനക്കൽ ചന്ദ്രൻ അയാൾക്കൊരു 65 വയസ്സിപ്പോൾ കാണുന്നു തോന്നുന്നു. ഈ പറയുന്ന തങ്കപ്പൻ്റെ മകള് പെരുമാളിൻ്റെ ഭാര്യന ഇവർ ജയിലിലായ സമയത്ത് അവിടെ പോയി കൂടെ അവളെ കല്യാണം കഴിച്ചു. പെരുമാൾ പുറത്ത് വന്നപ്പോൾ പെരുമാളിൻ്റെ ഭാര്യ പനക്കൽ ചന്ദ്രൻ്റെ കൂടെയായി. തങ്കപ്പൻ്റെ ഭാര്യ ഈ പറഞ്ഞ പോലെ തന്നെ കേസിൽപ്പെട്ടന്ന് പ്രതിയായിട്ട് ആ ചന്ദ്രവാറുണ്ടായ കേസിൽപ്പെട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അന്ന് തങ്കപ്പൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ നമ്മൾ നോക്കിയാൽ മണ്ണുണ്ടല്ലോ. ഇവർ സാധാരണ ഈ സ്വർണ്ണപ്പണി നടത്തുന്ന സ്ഥലം മുഴുവൻ പണി നടത്തുന്ന സ്ഥലമുണ്ട്. സ്വർണ്ണക്കടയിലേക്ക് സ്വർണ്ണാഭരണം പണിത് കൊടുക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡ് സ്മിത്ത് ഇരുന്ന് പണിയുന്ന സ്ഥലം. ഇവിടെയുള്ള മണ്ണ് മുഴുവൻ സാധാരണ അവർ അടിച്ചു കൂട്ടി മൂലക്ക് കെട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിങ്ങനെ അരിച്ചെടുത്തിട്ട് ആസിഡ് ചെയ്തെടുത്താൽ അതിലുള്ള സ്വർണ്ണം, അല്ലെങ്കിൽ സ്വർണ്ണത്തിന് തരി കിട്ടും. ചിലപ്പോൾ 8 ഗ്രാം, ചിലപ്പോൾ 10 ഗ്രാം, വലിയ കടയിക്കണമെങ്കിൽ ചിലപ്പോൾ 15, 20, 25 ഗ്രാം കിട്ടും. അത് മുഴുവൻ ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ അരിച്ചെടുത്ത് മണൽ മാറ്റി സ്വർണ്ണത്തിൻ്റെ തരി എടുത്ത് അത് വീണ്ടും ആസിഡ് ചെയ്ത് സ്വർണ്ണ കട്ടിയാക്കിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇതിന് സാധാരണ പരാതി കുറവായിരിക്കും. പോലീസ് സ്റ്റേഷൻ കൊണ്ട് പറയുന്നത്, സാർ ഞങ്ങൾ സ്വർണം പണിയെടുക്കുന്ന സ്ഥലത്ത് മണ്ണ് കളവ് പോയി, അതിന് മെക്കാടെന്നാണ് പറയാറ്. ഈ ഗോൾഡ് സ്മിത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മെക്കാടെന്ന് പറയും. അത് മെക്കാട് കളവ് പോയി എന്ന് പറഞ്ഞാൽ സാധാരണ പറയും മണ്ണല്ലോടോ മെക്കാടലോടോ അങ്ങ് പോട്ടെ, അതിൽ വല്ല കിട്ടിയാലായി, ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലായി. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ മെക്കാട് അടിച്ച് കിട്ടുന്ന തന്നെ സ്വർണ്ണം, ഒരുപാട് സ്വർണ്ണം ഉണ്ടാവും. ചിലപ്പോൾ 25 ഗ്രാമോ 30 ഗ്രാമോ 40 ഗ്രാമൊക്കെ സ്വർണ്ണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പലപ്പോഴും പരാതി കുറവായിരിക്കും. അതോടൊപ്പം തന്നെ ഈ സ്വർണം പണിയാൻ ഉപയോഗിക്കുന്ന കടയിലോ ഷോപ്പിലോ സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് ഇവർ മോഷ്ടിച്ചുകൊണ്ട് പോകും. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയിൽ നടന്ന ഒരുപാട് മെക്കാട് മോഷണവുമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് സ്വർണ്ണാഭരണ മോഷണവുമായിട്ട് ബന്ധപ്പെട്ടും തെളിവുണ്ടാക്കാനും ഇവരെ മുഴുവൻ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും കഴിഞ്ഞു. അതിലുണ്ടായൊരു ബുദ്ധിമുട്ട് ഈ തങ്കപ്പൻ്റെ മകളുടെ കുടുംബജീവിതം ഈ തകർന്നു പോയി എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് അതിൽ പിന്നീട് കണ്ടത്. പലപ്പോഴും എനിക്ക് തോന്നുന്നു പല ക്രിമിനൽസിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. വ്യത്യസ്തമായ ചരിത്രവും സംസ്കാരവും ഭൂപ്രകൃതിയുമുള്ള 4 രാജ്യങ്ങൾ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ.
ഫോൺ 9995444222. 1998 നവംബർ 9 ഓർമ്മ. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അവിടെ ഒരു കുളമുണ്ട്, ഞാറക്കുളം എന്ന് വിളിക്കും. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജുണ്ട്. അപ്പോൾ ക്രൈസ്റ്റ് കോളേജിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പുണ്ട്, മുന്നിൽ ഉള്ള ബസ് സ്റ്റോപ്പിൻ്റെ ഒരു 4 കൂടി ചെറിയ ജംഗ്ഷനാണ്. അവിടെ നിന്നും ഈ കോളേജിൻ്റെ സൈഡിൽ കൂടി പോകുന്ന റോഡുണ്ട്. ആ റോഡിൽ പോയാൽ ആ റോഡിൽ കൂടി നടന്ന് പോയാൽ കുളത്തിലേക്ക് എത്താം. അപ്പോൾ സാധാരണ ഈ ഇരിങ്ങാലക്കുട ടൗണിൽ ഉള്ള ബസ്സിൽ ഇപ്പോൾ രാത്രി കിടന്നുറങ്ങുന്ന ബസ് തൊഴിലാളികളുണ്ടാവും. അവർ മറ്റുമൊക്കെ കുളിക്കാനും മറ്റൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഞാറക്കുളത്തിൽ വന്നിട്ടാണ്. അപ്പോൾ 9-ാം തീയതി ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ പരാതി കിട്ടി, അവിടെ വെള്ളത്തിൽ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട്. ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. പക്ഷെ ബോഡി പഴുകി തുടങ്ങിയിട്ടുണ്ട്, സ്മെല്ലുണ്ട്. പോലീസ് അൺനാച്ചുറൽ ഡെത്തിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. മരിച്ച ആൾ അൺഐഡൻറ്റിഫൈഡ് ആയിട്ട് തന്നെ കാണിച്ചു. പിന്നെ മറ്റുള്ള ആളുകളുടെ സഹായത്തോടു കൂടി അതിൻ്റെ ഇൻക്വസ്റ്റ് ഒക്കെ റെഡിയാക്കി. അപ്പോൾ ബോഡി കരയിലേക്ക് എടുക്കുമ്പോൾ ബോഡി അഴുകി തുടങ്ങിയിരിക്കുന്നു, വല്ലാണ്ട് ചീർത്ത് അഴുകിയ മട്ടിലാണ്. ഐഡൻറ്റിഫൈയിൽ എളുപ്പമില്ല. നമുക്കറിയാം, പലപ്പോഴും തൊട്ടടുത്ത ബന്ധുക്കൾ മരിച്ചാലും ബോഡി അഴുകി തുടങ്ങിയാൽ ഒരു 36 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വളരെ മെലിഞ്ഞ് സ്ലിമായിട്ടിരിക്കുന്ന ആൾ അതിൻ്റെ ഒരു 4 ഇരട്ടി തടിയുണ്ടാവും. ഒരു സുമോ ഗുസ്തിക്കാരനെ പോലെ തടിയായിട്ടാണ് കാണുന്നത്. നാവൊക്കെ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത്, കണ്ണൊക്കെ ബൾജ് ചെയ്ത് വളരെ ഇതായിട്ടായിരിക്കും ഇരിക്കുന്ന ബോഡി. അപ്പോൾ ഏതായാലും പോലീസ് അത് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. അപ്പോൾ ഇയാൾ ധരിച്ചിരുന്ന ഡ്രസ്സ് മുണ്ടുണ്ടായിരുന്നു, പിന്നെ ഇന്നർ വെയറൊക്കെ ഉണ്ടായിരുന്നു. അതും ഷർട്ടൊക്കെ കൂടി പോലീസ് പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് അതെല്ലാം അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നും ഏറ്റുമേടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ബോഡി അഴുകി തുടങ്ങിയതുകൊണ്ട് ഫ്രീസറിൽ സൂക്ഷിക്കില്ല അവർ. അപ്പോൾ അതുകൊണ്ട് ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഇവരത് ഏറ്റുമേടിച്ചു. ലാലൂർ, തൃശ്ശൂർ ലാലൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അയ്യന്തോളിനടുത്താണ്. അവിടെ ഒരു പൊതു ശ്മശാനമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ക്രിമേറ്റ് ചെയ്തു. അവിടുത്തെ ക്രിമറ്റോറിയത്തിലൊരു ക്രിമേറ്റ് ചെയ്തു. ഒരു പത്രത്തിലൊക്കെ കൊടുത്തു. ഈ ഡ്രസ്സൊക്കെ അവിടെ സൂക്ഷിക്കുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പമ്പാവാസ് എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ ആമ്പല്ലൂരിൻ്റെ അവിടെ നിന്ന് കിഴക്കോട്ട് മാറിയിട്ടാണ്. പമ്പാവാസനും അയാളുടെ കൂടെ അയാളുടെ സുഹൃത്ത് ആയ ബെന്നി എന്ന് പറഞ്ഞൊരാളും കൂടി ഇവിടെ സ്റ്റേഷനിൽ വന്നു. എന്നിട്ട് പമ്പാവാസം പറഞ്ഞു, ഈ ഇവിടെ നിങ്ങൾക്ക് കുളത്തിൽ നിന്ന് മരിച്ച് കിടന്ന ആൾ എൻ്റെ അച്ഛനാണെന്ന് എനിക്ക് സംശയമുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞു, ബോഡി ഞങ്ങളത് വല്ലാണ്ടായിരിക്കൊണ്ട് ക്രിമേറ്റ് ചെയ്തു. അദ്ദേഹം ധരിച്ചിരുന്ന ഡ്രസ്സുണ്ട്, അപ്പോൾ അത് പരിശോധിക്കാം. അപ്പോൾ ഈ പമ്പാവാസൻ ഷർട്ടും മുണ്ടുമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഈ പറഞ്ഞ പമ്പാവാസൻ്റെ അച്ഛൻ തങ്കപ്പൻ്റെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പമ്പാവാസൻ പറഞ്ഞു, അത് എൻ്റെ അച്ഛൻ തന്നെ ആയിരിക്കും മരിച്ച്. അപ്പോൾ പോലീസ് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വിവരം കിട്ടി, ഇങ്ങനെ അച്ഛൻ മരിച്ചു എന്നെങ്ങനെ വിവരം കിട്ടി? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ വീട്ടിൽ നിന്ന് പോയിട്ട് 2 ദിവസമായി. അച്ഛൻ ദിവസവും രാത്രി തിരിച്ചെത്തും, നല്ല മദ്യപാനിയാണ്. അപ്പോൾ അച്ഛൻ എന്താ ജോലി? അപ്പോൾ അച്ഛന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അപ്പോൾ ചോദിച്ചു, അച്ഛൻ ഈ ഇരിങ്ങാലക്കുട വരേണ്ട കാര്യം എന്താണ് ഇപ്പോൾ? അപ്പോൾ ആമ്പല്ലൂരിൽ നിന്ന് ഇത്തിരി കിഴക്കോട്ട് പോയിട്ടാണ് ഇവരുടെ വീട്. അപ്പോൾ ഈ പുതുക്കാടും കഴിഞ്ഞ് അവിടെ നിന്ന് തിരിഞ്ഞ് വേണം ഇരിങ്ങാലക്കുടക്ക് എത്താൻ. അവിടെ വരേണ്ട കാര്യം എന്താണ്? അപ്പോൾ പറഞ്ഞു, അച്ഛൻ ആൾക്കാർ എന്തെങ്കിലും ജോലി കൊടുത്താൽ കൂലിക്ക് പകരം മദ്യം മേടിച്ചു കൊടുത്താലും അച്ഛൻ ജോലി എടുക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ പലപ്പോഴും പൈസ ഇല്ലെങ്കിൽ ഇരിങ്ങാലക്കുട ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ അനധികൃതമായിട്ട് ചാരായം പാറ്റം മറ്റുകൊണ്ട് അച്ഛൻ അവിടെ കുടിക്കാൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാനാണ് ചാൻസ്. അപ്പോൾ അങ്ങനെ വന്നാൽ പിന്നെ കുളത്തിൻ്റെ അവിടെ വരാനുള്ള വഴി എന്താണ്? അപ്പോൾ പോലീസ് അതിനെ പറ്റിയാ ചോദ്യം. അപ്പോൾ ചോദിച്ചു, ഇങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും മദ്യപിച്ച് കഴിഞ്ഞിട്ട് ഇനി പുറത്തേക്ക് ഇരിക്കാനായിട്ട് വന്നിട്ട് കുളത്തിൽ വന്നതാവാം, ഇല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ബസ്സിൽ കിടന്നുറങ്ങിയിട്ട് ചിലപ്പോൾ ഇനി കുളിക്കാനായിട്ട് വന്നപ്പോൾ കാൽവഴുതി വെള്ളത്തിൽ പോയതാവാം. അപ്പോൾ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് ഡെത്ത് ഡ്യൂ ടു ഡ്രൗണിങ് ആണ്, വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് പോലീസ് ഒരു ഡയാറ്റം ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സിസ്റ്റമാറ്റിക് ടെസ്റ്റ് നടത്തും. അപ്പോൾ ഡയാറ്റം എന്ന് പറഞ്ഞാൽ ഈ ജലത്തിലുള്ള ഒരു
വസ്തു എന്ന് പറയുന്ന എലിമെൻ്റാണ്, ജീവിതം പറയാം. അപ്പോൾ ഒരു കുളത്തിൽ കാണുന്ന അതേ ഡയാറ്റം തന്നെ ആയിക്കൊള്ളുന്നില്ല തൊട്ടപ്പുറത്തുള്ള വേറൊരു ജലാശയത്തിൽ കാണുന്നത്, വ്യത്യാസം ഉണ്ടാവും. ഇത് നമ്മുടെ ലങ്സിൽ നിന്നോ അബ്ഡോമൻ സ്റ്റൊമക്കിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളത്തിൽ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അത് ശരിക്കും ഒരു ഹിസ്റ്റോപാത്തോളജിക്കൽ എക്സാമിനേഷൻ കൊണ്ട് കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ, വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഡയാറ്റം ടെസ്റ്റ് നോക്കുമ്പോഴും ആ വെള്ളത്തിൽ തന്നെ വീണ് വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പോലീസിന് വേറെ സംശയമൊന്നുമില്ല, ഈ കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല. പോലീസ് അതനുസരിച്ച് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയി. ഒരു പമ്പാവാസൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തി. അപ്പോൾ പമ്പാവാസനും വേറെ പരാതിയില്ല. പമ്പാവാസൻ്റെ അമ്മേൻ്റെ മൊഴിയെടുത്തു. അമ്മയ്ക്കും വേറെ സംശയമൊന്നുമില്ല. മരിച്ച തങ്കപ്പൻ അനിയൻ മാധവനുണ്ട്. അപ്പോൾ മാധവനെ കണ്ട് പോലീസ് ചോദിച്ചു. അപ്പോൾ മാധവൻ പറഞ്ഞു, എൻ്റെ അടുത്തൊരു 50 രൂപ മേടിച്ചിട്ടാണ് ചേട്ടൻ പോയിരിക്കുന്നത്. അപ്പോൾ അത് 7-ാം തീയതി, നവംബർ 7-ാം തീയതിയാണ് എൻ്റെ അടുത്ത് പൈസ മേടിച്ച് ചേട്ടൻ ബസ്സിന് കയറി പോയത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? അല്ല, എനിക്കൊരു കോള് കിട്ടിയിട്ടുണ്ട്, ഞാൻ അതിന് പോവാണ്, വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞു. എന്നിട്ടാണ് പോയിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ കോള് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ജോലി കിട്ടിക്കാണും, ഇല്ല വേറെ എന്തെങ്കിലും കിട്ടിക്കാണെന്നാണ് കരുതുന്നത്. പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അന്ന് ജനത പേഴ്സണൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസ് ഉണ്ട്. അത് 5 കൊല്ലത്തേക്കാണ്. എനിക്കൂടെ ആ 98 കാലഘട്ടത്തിൽ 1500 രൂപയാണ് ഇതിൻ്റെ പ്രീമിയം 5 കൊല്ലത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു എൻക്വയറി നടക്കുകയാണ്. അപ്പോൾ ഈ മരിച്ച തങ്കപ്പൻ ഇൻഷുർ ചെയ്തിട്ടുണ്ട്, ജനത പേഴ്സണൽ ഇൻഷുറൻസിൽ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് അവിടെ ഒരു ക്ലെയിം പെറ്റീഷൻ വന്നിട്ടുണ്ട്. ഈ ജനത പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട, എനിക്ക് തോന്നുന്നു യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് ആണെന്ന് തോന്നുന്നു, എൻ്റെ സംശയം അതാണ്, അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരത് സാധാരണ ഇൻഷുറൻസിൻ്റെ ക്ലെയിം വന്നാൽ അവരത് അവരുടെ സർവേയർ കൊടുത്ത് അന്വേഷിപ്പിക്കും. അപ്പോൾ അവരുടെ സർവേയർ ഇതായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പോളിസിൻ്റെ എമൗണ്ട് കൊടുക്കത്തുള്ളൂ. അത് ആക്സിഡൻറ്റ് കേസ് ഉണ്ടായാലും അതിൻ്റെ ഒരു എൻക്വയറി നടത്തും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ എസ്കോപ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഇൻഷുറൻസിൻ്റെ ഒരുപാട് കേസ് വരാറുണ്ട്. അത് ഈ പറയുന്ന പോലെ തന്നെ ഇൻഷുറൻസ് ക്ലെയിം ഫാൾസ് ആണോ ജെനുവിനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അന്ന് അവർ ആദ്യം ഏൽപ്പിക്കുന്നത് ഒരു റിട്ടയർഡ് എസ്ഐനാണെന്ന് തോന്നുന്നു, മറ്റേ കുന്നംകുളത്തുള്ള റിട്ടയർഡ് എസ്ഐനെ ഏൽപ്പിച്ചു. പക്ഷെ പിന്നീട് അവരുടെ തന്നെ ഒരു സർവേയർ, എനിക്കൊന്ന് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സർവേയറാണ് ആൾ, ജോർജ് തട്ടിൽ എന്ന് പറയും. ജോർജ് തട്ടിൽ എന്ന് പറഞ്ഞ ഒരാൾ ഇൻഷുറൻസിൻ്റെ സർവേയറാണ്. അപ്പോൾ കുറേ കാലം അദ്ദേഹം മുംബൈയിലായിരുന്നു. അവിടെ നിന്നൊക്കെ സർവേ കഴിഞ്ഞിട്ട് തിരിച്ച് ട്രാൻസ്ഫറായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അങ്ങേരെ ഏൽപ്പിച്ചു. അപ്പോൾ അങ്ങേര് ഇതിൻ്റെ പുറകെ നടന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങേർക്കൊരു സംശയം, ഈ തങ്കപ്പൻ 1500 രൂപ കൊടുത്ത് ഇൻഷുർ ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം 100 രൂപ കിട്ടിയാൽ 110 രൂപയ്ക്ക് മദ്യപിക്കുന്ന തങ്കപ്പൻ ഇൻഷുറൻസ് എടുക്കുന്നത് ചാൻസ് ഇല്ല. അപ്പോൾ ജോർജ് തട്ടിൽ തങ്കപ്പൻ്റെ വീട്ടിൽ പോയി ചോദിച്ചു. അപ്പോൾ തങ്കപ്പൻ്റെ ഭാര്യനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം ഇൻഷുറൻസ് എടുക്കാൻ വഴിയില്ല. തങ്കപ്പൻ്റെ മകനോട് ചോദിച്ചപ്പോൾ അവർക്കും ഈ 1500 രൂപ കൊടുത്ത് ഇൻഷുറൻസ് തങ്കപ്പന് എടുക്കാൻ ഒരു ചാൻസും കാണുന്നില്ല. കാരണം തങ്കപ്പൻ 50 രൂപ അനുജൻ മാധവൻ്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചാണ് അന്ന് തന്നെ പോയിരിക്കുന്നത്. ഈ തങ്കപ്പൻ്റെ ജീവിത രീതി തന്നെ കിട്ടുന്ന പൈസക്ക് മുഴുവൻ മദ്യപിക്കലാണ്. കാരണം മദ്യപിക്കാണ്ട് തങ്കപ്പന് ജീവിക്കാനാവില്ല. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും തങ്കപ്പൻ മദ്യപിക്കും. ആ കുടുംബം കഷ്ടി പോറ്റിക്കൊണ്ടു പോകുന്നത് തങ്കപ്പൻ്റെ ഭാര്യ കൂലിപ്പണിക്ക് പോയിട്ടും ഈ കുട്ടികൾ പമ്പാവാസനും മറ്റുമൊക്കെ കൂലിപ്പണിക്ക് പോയിട്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് തങ്കപ്പൻ ഇൻഷുറൻസ് എടുത്തു എന്ന് പറയുന്നത് വിശ്വസിക്കാനാവില്ല. അപ്പോൾ ജോർജ് തട്ടിൽ തങ്കപ്പൻ്റെ ഭാര്യൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് നിങ്ങളുടെ ഭർത്താവിന് വേറെ ഏതെങ്കിലും രീതിക്ക് അപായപ്പെടുത്താൻ വഴിയുണ്ടോ ആരെങ്കിലും? അപ്പോൾ തങ്കപ്പൻ്റെ ഭാര്യ തട്ടിക്കയറി, ജോർജിൻ്റെ അടുത്ത് തട്ടിക്കയറി. തങ്കപ്പൻ്റെ മകൻ പമ്പാവാസൻ ജോർജിനെതിരാണ്. ഈ പറയുന്ന തങ്കപ്പൻ്റെ അനുജൻ മാധവനും ജോർജിനെതിരായിട്ട് പറഞ്ഞു. അപ്പോൾ ജോർജ് ചോദിച്ചു, ഈ തങ്കപ്പൻ്റെ ഒപ്പൊന്ന് കാണാൻ പറ്റും എവിടെയെങ്കിലും? അപ്പോൾ തങ്കപ്പന് തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ഒപ്പിട്ട പേപ്പറൊന്നും വീട്ടിലില്ല. ID കാർഡുണ്ടോ? ID കാർഡില്ല. അപ്പോൾ ജോർജ് ഇങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴുണ്ട് തങ്കപ്പന് 2000 രൂപ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജോർജ് നേരെ കോപ്പറേറ്റീവ് ബാങ്കിൽ പോയിട്ട് സെക്രട്ടറിയോട് പറഞ്ഞ തങ്കപ്പൻ്റെ ലോണിൻ്റെ അപേക്ഷ തരും. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു, എന്നാൽ ലോണിൻ്റെ അപേക്ഷ ഒന്നും പുറത്തുള്ള ഒരാൾക്ക് തരാൻ പറ്റില്ല, അത് തങ്കപ്പൻ ചോദിച്ചാൽ കൊടുക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ. അപ്പോൾ ജോർജ് പറഞ്ഞു, തങ്കപ്പൻ മരിച്ചുപോയി, ഇനിയിപ്പോൾ അത് കിട്ടിയാൽ നന്നായിരുന്നു, ഒരു ഇൻഷുറൻസായിട്ട് ബന്ധപ്പെട്ട അയാൾക്ക് ഇൻഷുറൻസ് കൊടുക്കാനാണ്.
അയാളുടെ കുടുംബത്തിന് ഇൻഷുറൻസ് ക്ലെയിം ഉണ്ട്. അത് ജനതാ പേഴ്സണൽ ഇൻഷുറൻസ് അനുസരിച്ച് 5 ലക്ഷം രൂപ അവർക്ക് കിട്ടും. അത് നിങ്ങളായിട്ടത് കളയരുത്. ഒരു കാര്യം ചെയ്യാൻ, ഞാൻ തങ്കപ്പൻ അടയ്ക്കാനുള്ള പൈസ 2000 രൂപ ലോണും അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി ഞാൻ അടച്ചോളാം. അപ്പോൾ സെക്രട്ടറി നേരെ ജോർജിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ വേണ്ട, ഞാനിതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തരാം സാർ എന്ന് പറഞ്ഞ് അവർ ഇതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി ജോർജിന് കൊടുത്തു. അപ്പോൾ ജോർജ് നേരെ ഇൻഷുറൻസിൻ്റെ മാനേജറുടെ അടുത്ത് വന്നു. ഇൻഷുറൻസിൻ്റെ ക്ലെയിം പെറ്റീഷൻ നോക്കി, ഇൻഷുറൻസിൻ്റെ ആപ്ലിക്കേഷൻ നോക്കി. അപ്പോൾ ആപ്ലിക്കേഷൻ നോക്കി കഴിയുമ്പോൾ അതിലുള്ള ഒപ്പും ഈ തങ്കപ്പൻ്റെ ഒപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. തങ്കപ്പൻ്റെ ഒപ്പല്ല കാണും, തങ്കപ്പന് വെറുതെ വരക്കാനേ അറിഞ്ഞുള്ളൂ. പക്ഷേ അതിലേകദേശം തങ്കപ്പൻ്റെ പേര് മാതിരി ഒപ്പ് കാണുന്നുണ്ട്. എൻറ്റയർലി ഡിഫറെൻ്റാണ്. ജോർജ് തട്ടിൽ ഇൻഷുറൻസിൻ്റെ മാനേജറുടെ അടുത്ത് പോയിട്ട് ആ ക്ലെയിം പെറ്റീഷൻ പരിശോധിച്ചു. അപ്പോൾ ക്ലെയിം പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് ബെന്നി എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ ജോർജ് പറഞ്ഞു, എന്നാൽ ഈ ഇൻഷുറൻസിൻ്റെ ആപ്ലിക്കേഷൻ അത് ചേരുന്നതിന് വേണ്ടി തന്ന അപേക്ഷ ഒന്ന് വേണമെന്ന് പറഞ്ഞ് അത് പരിശോധിക്കുമ്പോൾ അതിൽ നോമിനിയായിട്ട് തങ്കപ്പൻ കാണിച്ചിരിക്കുന്നത് ഒരു ബെന്നിയാണ്. അപ്പോൾ ജോർജ് തട്ടിലിന് സംശയമായി. സാധാരണ സ്വന്തം കുട്ടികളെ ഭാര്യയൊക്കെയാണ് നോമിനിയാക്കാറ്. പുറത്തുള്ള ഒരാളെ നോമിനിയാക്കണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണണം. ഞങ്ങൾ റിട്ടയർമെൻറ്റിന് ശേഷം ഞാനും SP രാധാകൃഷ്ണൻ, ചാക്കോ, ശങ്കരൻകുട്ടി എന്നിവരൊക്കെ കൂടിയിട്ട് DYSP റിട്ടയർഡ് DYSP സുബ്രഹ്മണ്യം സാറിൻ്റെ കീഴിലൊരു സ്ഥാപനം തുടങ്ങി, എസ്കോപ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സാധാരണ നമ്മൾ ബാങ്കായിട്ട് ടൈപ്പ് എടുത്തിട്ട് ബാങ്കിൻ്റെ കാര്യങ്ങൾ മാത്രം അന്വേഷിക്കുന്നതാണ് രീതി. അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനി തരുന്ന പരാതിയും നമ്മൾ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഞങ്ങൾക്കൊരു പരാതി കിട്ടുന്നു. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൻ്റെ അവിടുത്തെ മാനേജർ, റീജിയണൽ മാനേജർ പരാതിയായിരുന്നു, ഒരു നിഷ മാഡം.